എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഇന്ന് മഹാശിവരാത്രി. ഒരുപക്ഷെ നാളെ ആയിരുന്നെങ്കിൽ ഒരു അവധി കിട്ടിയേനെ മാർക്കറ്റ്. പക്ഷേ ഭൂരിഭാഗം പേരും ഈ ശനി ഞായർ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് തള്ളി നീക്കുക. അതായത് മെയിനായിട്ട് ട്രേഡിങ്ങിൽ അല്പം നഷ്ടത്തിൽ നിൽക്കുന്നവർക്കാണ് അത്തരത്തിലൊരു പ്രവണത ഉണ്ടാവുക. ഏതായിരുന്നാലും മാർക്കറ്റ് വളരെയധികം ഒരു ക്രൂഷ്യൽ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് എങ്ങോട്ടാണ് പോവുക, എന്താണ് ചാൻസ്, അതുപോലെ പ്രധാന ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ ആഴ്ച എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒന്ന് വിലയിരുത്താം. നിങ്ങൾ വീഡിയോ ആദ്യമായാണ് ഞങ്ങളുടെ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് അൽഗോരിതം എത്തിക്കും. നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് നമ്മളെ സഹായിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ചാർട്ട് ന്യൂസുകൾ എല്ലാം തന്നെ ടെലഗ്രാം ചാനലിലാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ടെലഗ്രാമിലും ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ മാസം അതായത് ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഇതുവരെ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. എന്ത്? US-ഉമായുള്ള ഇന്ത്യയുടെ ട്രേഡിംഗ് ഡീൽ. ഓക്കെ, അത് ഏതായിരുന്നാലും ഫൈനലായി. അതുപോലെ തന്നെ ഈ വർഷത്തെ യൂണിയൻ ബജറ്റ്, അതുപോലെ കോർപ്പറേറ്റ് ഏർണിങ്സ്, മറ്റ് സാമ്പത്തിക സൂചനകളെല്ലാം തന്നെ നമുക്ക് അനുകൂലമായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എന്താണ് കണ്ടത്? നിഫ്റ്റി 350 പോയിന്റും അതുപോലെ സെൻസെക്സ് 1140 പോയിന്റും താഴേക്ക് പോയതായിട്ടാണ് കണ്ടത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 650 പോയിന്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. BSE ഷെയറുകളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 6.5 ലക്ഷം കോടി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമി എന്നിവയൊക്കെ അനുകൂലമായിരുന്നിട്ടും ഇത്രമാത്രം ഇടിവ് നേരിട്ടതിന് പിന്നിൽ പ്രധാന കാരണം IT സ്റ്റോക്കുകളിലെ തകർച്ച തന്നെയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമാണ് IT ഇടിയാനുണ്ടായ കാരണം. നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 10% വെയിറ്റേജ് ആണ് IT ഷെയറുകൾക്കുള്ളത്. അതുപോലെ തന്നെ US ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നതിന് മുമ്പ് ഇൻവെസ്റ്റർമാർ സൂക്ഷ്മത പാലിച്ചതാണ് ഒരു കാരണം. US ഇൻഫ്ലേഷൻ റേറ്റ് പ്രതീക്ഷിച്ചതിലും ഉയർന്നത് വരാനിരിക്കുന്ന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇത് വേൾഡ് മാർക്കറ്റിൽ മൊത്തം സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ട്രേഡിംഗ് ഡീൽ ഫൈനലായപ്പോൾ ഉണ്ടായ ഒരു റാലിക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കാരണമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്ത് ആവും. ചുരുക്കി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത് വ്യാപകമാകുന്നതോടുകൂടി, ഇപ്പോൾ IT-കളിലൊക്കെ ടെക്നോളജിയിലൊക്കെ വ്യാപകമാകുന്നതോടുകൂടി തന്നെ മനുഷ്യന്മാരുടെ, അതായത് വർക്കർമാർ കുറയേണ്ട ഒരു സാഹചര്യം, വർക്കർമാരെ കുറയ്ക്കേണ്ട ഒരു സാഹചര്യം, പലർക്കും ജോലി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി മറ്റൊരു കാരണം, ഡോളറിനെതിരെ നമ്മുടെ രൂപയുടെ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു കാരണമാണ്. ഇനി നമ്മൾ പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ, പോസിറ്റീവ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറലി മാർക്കറ്റ് ഇപ്പോഴും ഒരു ബുള്ളിഷ് മൊമെന്റമിൽ തന്നെയാണ്. ആ ഒരു ബുള്ളിഷ് മൊമെന്റം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതുപോലെ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് ക്യൂസ്, അതുപോലെ ഏർണിങ്സിലെ റിക്കവറിയും ഒക്കെ മാർക്കറ്റിന് ഹെൽപ്ഫുൾ മൂഡിലാണ് ഉള്ളത്. മറ്റൊന്ന്, നിഫ്റ്റി ഷോർട്ട് ടൈമിൽ 20-ഡേ മൂവിംഗ് ആവറേജ് 25,471, അതുപോലെ 25,293 200 EMA-യും 471 20-ഡേ മൂവിംഗ് ആവറേജാണ്. ഇതിന് രണ്ടിനും മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു ആശ്വാസ വഴിയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴും ബാങ്കിങ്, അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറുകൾ ഫസ്റ്റ് ഹാഫിൽ പോസിറ്റീവായിരുന്നു. ബജാജ് ഫിനാൻസ്, SBI, സിപ്ല തുടങ്ങിയ ചുരുക്കം ചില സ്റ്റോക്കുകൾ ഗ്രീനിലും എത്തിയിട്ടുണ്ട്. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മാർക്കറ്റിനെ വളരെയധികം സൂക്ഷ്മതയോടെ കാണുന്നതാണ് നല്ലത്. ചെറിയ ട്രേഡിംഗ് ഒക്കെ നടത്തിയിട്ട് ഈ ഷോർട്ട് ടൈമിൽ മുന്നോട്ട് പോകാം എന്നല്ലാതെ കാര്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട, അല്ലെങ്കിൽ ബൾക്കായിട്ട്
ട്രേഡ് ചെയ്യേണ്ട, ഓർഡറുകൾ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തോതിൽ, അതായത് നമുക്ക് 2-3 ഓപ്ഷൻ ട്രേഡൊക്കെ നടത്തുക എന്നല്ലാതെ പ്രധാനമായും സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കൃത്യമായ സമയമല്ല ഇത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,400 25,500 റേഞ്ചിന് താഴേക്ക് പോയത് മാർക്കറ്റിൽ താൽക്കാലികമായ ഒരു ബെയറിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ അത് വരും ദിവസങ്ങളിൽ 25,300 25,100 സോണിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുമുണ്ട്. ഇനി മുകളിലേക്ക് കയറി പോകണമെങ്കിൽ 25,600 25,800 എന്നുള്ള ആ ഒരു സോൺ അത് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ഈ 25,600 to 25,800 എന്നുള്ള ഈ ഒരു റേഞ്ച് നിലവിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ 25,400 താഴെ ഒരു താൽക്കാലികമായിട്ടൊരു ബെയറിഷ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു 25,300 അതിനും താഴെ പോയാൽ 25,100 എത്താം. അതിനും താഴെ പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 25,000 താഴെ പോയി കഴിഞ്ഞാൽ ഒരു ക്രാഷ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രീവിയസ് വീക്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 222 പോയിന്റാണ് വീക്ക്ലി ബേസിൽ ഇടിഞ്ഞിരിക്കുന്നത്. 0.86% ഇടിഞ്ഞ് 25,471 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ആണെങ്കിൽ 953 പോയിന്റാണ് ടോട്ടൽ വീക്കിലി ഇടിഞ്ഞിരിക്കുന്നത്. 1.14%. 82,626 എത്തി നിൽക്കുന്നു. സ്മാൾ ക്യാപ്പ് 0.8% ഇടിഞ്ഞിട്ടുണ്ട്. മിഡ് ക്യാപ്പ് 0.4%. അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് 0.6% നെഗറ്റീവിലാണ്. IT സെക്ടറാണ് ഏറ്റവും കൂടുതൽ, സെക്ടറൽ ബേസിൽ IT ആണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. 8% ഇടിഞ്ഞിരിക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് 2%, അതുപോലെ FMCG 2%. ഔട്ട് പെർഫോമൻസിലുള്ളത് മീഡിയ സെക്ടറാണ്. 5% ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PSU, അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഡിഫൻസ് ഇവ നിയർലി 3% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആട്ടോ 2%, ഫാമയും അതുപോലെ FMCGയും ഏകദേശം 1% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രധാന ഇവന്റ്സുകളൊന്ന് പരിശോധിക്കാം. മൺഡേ, അതായത് ഫെബ്രുവരി നാളെ 16-ാം തീയതി ജപ്പാനിൽ നിന്ന് GDP ഡാറ്റ വരുന്നുണ്ട്. ക്വാർട്ടർലി -0.6% ആണ് ഫോർകാസ്റ്റ്, 0.5%. നാളെ തന്നെ 12 o'clock നമ്മുടെ രാജ്യത്തിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 0% ആണ്. എക്സ്പെക്ടേഷൻ 0.7%. ഇനി നമുക്ക് ട്യൂസ്ഡേ ഫെബ്രുവരി 17 പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളൊന്നുമില്ല. വെനസ്ഡേ 18 നമുക്ക് ഇവൻറ്റ്സുകളൊന്നുമില്ല. നെക്സ്റ്റ് തേഴ്സ്ഡേ ഫെബ്രുവരി 19 FOMC മിനിറ്റ്സ് രാവിലെ 12:30 FOMC മിനിറ്റ്സ് വരുന്നുണ്ട്. ലാസ്റ്റ് ഫ്രൈഡേ 5 AM ജപ്പാന്റെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 2.1% ആണ്. എക്സ്പെക്ടേഷൻ 1.9%. 7 PM USA നിന്ന് പേഴ്സണൽ സ്പെൻഡിങ് ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വീക്കിലെ ഇവൻറ്റ്സുകൾ. നിലവിലെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,500 താഴെയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,300. അതിന് താഴേക്ക് വരികയാണെങ്കിൽ 25,100. ഓക്കെ, 25,100. അതിനും താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇവിടെയാണ് 24,900 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ അതിന് താഴേക്ക് ചെറുതായിട്ട് ഒരു 24,600 24,500 വരെയൊക്കെ പോകാം. താഴത്തേക്ക് പോകാം. 25,300 ക്രോസ് ചെയ്യുകയാണെങ്കിൽ, 25,300 25,100 ക്രോസ് ചെയ്യുകയാണെങ്കിലാണ് ഈ പറയുന്നത്. അതേസമയം 25,600 എന്നുള്ളത് ഈ ഒരു റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആണ്.
അതിന് മുകളിൽ 25,800 എന്നുള്ളതും ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇത് രണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ കൺസിസ്റ്റൻസ് ആയി നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. വെള്ളിയാഴ്ച ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി തന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ് 25,750 താഴെയും 25,880 മുകളിലും. എന്നാൽ നമുക്ക് ട്രേഡിംഗ് അവൈലബിൾ ആയിട്ടില്ല. കാരണം 25,750 എത്രയോ താഴെയാണ് ഓപ്പൺ ചെയ്തത്. 25,578 ഓപ്പൺ ചെയ്തത്. പിന്നീട് അവിടെ നിന്നുകൊണ്ട് താഴേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് 25,440 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. അപ്പ് സൈഡിലേക്ക് 25,540 മുകളിലും എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നാളെ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ സപ്പോർട്ട് 60,600, റെസിസ്റ്റൻസ് 60,880 താഴെയാണ് ഓപ്പൺ ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് നാളെ വാച്ച് ചെയ്യാനായിട്ട് സപ്പോർട്ട് 60,000 താഴെ എൻട്രി എടുത്ത് പോകാം. ഓക്കെ, 60,000 എന്നുള്ളത് നമുക്ക് സപ്പോർട്ടായിട്ട് വെക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് 60,380, 390 ഈ റേഞ്ചിൽ വാച്ച് ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ലെവലുകളും വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.